Day of Roy's. ഇതിനു മുമ്പും നിങ്ങൾ കേട്ടത് റോയിൽ നിന്നാണ്. A few minutes ago you heard from Roy. ഇനി കേൾക്കുവാൻ പോകുന്നു റോയിൽ നിന്ന് തന്നെ. You're again going to hear from Roy. സങ്കീർത്തനത്തിൽ നിന്നാണ് കേട്ടത്, ഇനിയും കേൾക്കുന്നത് സങ്കീർത്തനത്തിൽ നിന്നാണ്. You heard from the Psalms, you're going to hear from the Psalms again. ഞാൻ ഈ ബ്രദർ പറയുന്നവരെ വളരെ സന്തോഷമായിട്ട് ധൈര്യമായിട്ടിരുന്ന് സഹോദരൻ പറഞ്ഞതിന് ശേഷം എൻ്റെ എല്ലാ ധൈര്യവും പോയി. Until our brother spoke, I was here with a lot of courage, but after I heard him, I lost all that courage. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് അതിൻ്റെ അകത്ത് അഭിമാനിക്കാനുള്ളൂ, നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ ദോഷങ്ങൾ പറയണമെന്ന് പറഞ്ഞത്. There's one point on which I felt comforted, that is that you should share your shortcomings with your children. എൻ്റെ മകൻ എന്നോട് ചോദിക്കും, ഒരു നല്ല കാര്യമുണ്ടെങ്കിൽ പറയാൻ പറയും. My son would ask me, if there is anything good, let me know. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 62-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വായിക്കാം. For a short meditation, shall we turn to Psalm 62? അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. We'll read from verses 1 to 4. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങയില്ല. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ബോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായുകൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. Psalm 62 verses 1 to 4. Truly my soul silently waits for God. From him comes my salvation. He only is my rock and my salvation. He is my defense. I shall not be greatly moved. How long will you attack a man? You shall be slain, all of you, like a leaning wall and a tottering fence. They only consult to cast him down from his high position. They delight in lies. They bless with their mouth, and they curse inwardly. Selah. വായിച്ച ദൈവജനത്തിന് ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് പകരുമാറാകട്ടെ. May the Lord add his blessings upon the word we read. നാം കേട്ട് നിർത്തിയത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ്. We just read about trusting in the Lord. എന്റെയും വിഷയം അത് തന്നെയാണ്. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ഉള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. The psalmist David, in this psalm, he talks about trusting only in the Lord and leading a life. മനുഷ്യൻ എപ്പോഴും എന്തെങ്കിലും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് താല്പര്യമുള്ളവരാണ്. Man always wants to trust in something to lead his life. പണ്ട് മുതൽ ആളുകൾ ആ നിലയിലാണ് ജീവിച്ചിട്ടുള്ളത്. അതിൽ ധാരാളമായിട്ട് ആശ്രയിക്കുന്നത് മനുഷ്യനെയോ അല്ലെങ്കിൽ സമ്പത്തിനെയോ ആണ്. Right from the beginning, man has always trusted in something to lead his life. It is mainly either other men or material. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നല്ലത് എപ്പോഴും യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. That's why David says it is good to always trust in the Lord. മറ്റേ കുതിരയായാലും രഥങ്ങളായാലും മനുഷ്യരായാലും അതൊന്നും അത്ര നല്ലതല്ല. Whether it is horses or chariots or princes, they are not good. എപ്പോഴും ആശ്രയിക്കുവാനായിട്ട് ഏറ്റവും നല്ലതായിട്ടുള്ളത് യഹോവ മാത്രമാണ്. It is always the Lord that is the best that we trust in. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്ന് അത് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. We can see that very clearly in the life of the Israelites. പുറപ്പാട് പുസ്തകം നാം വായിച്ചു വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. We can see that as we read the book of Exodus. മിസ്രയീം ദേശത്ത് ഇസ്രായേൽ മക്കൾ വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് എല്ലാ ബഹുമാനവും ലഭിച്ച് ജീവിച്ചു പോരുകയായിരുന്നു. There was a time when the Israelites lived in Egypt with a lot of honor, with a lot of peace and a lot of comfort. എന്നാൽ പെട്ടെന്ന് അവിടുത്തെ രാജാവ് മാറി പുതിയൊരു രാജാവ് വന്നു. But there was a change of the ruler. The Pharaoh changed, a new Pharaoh came. രാജാവിന് കുഴപ്പമൊന്നുമില്ല. ആകെയുള്ള പ്രശ്നം ആ രാജാവ് ഈ യോസെഫിനെ അറിയാത്ത ഒരു രാജാവാണ് അവിടെ വന്നത്. There was not much of a problem with the Pharaoh. The only problem was that he was a Pharaoh who did not know Joseph. ഈ രാജാവ് വന്നതിന് ശേഷം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും കുറയുവാനായിട്ട് തുടങ്ങി. After this new king came, the children of Israel started losing all joy in their life in Egypt. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷവും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. In Exodus chapter 1 verse 4 we read that all the joys and comforts that they had till then
departed from them. അവർ അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് നെടുവേർപ്പെടുവാനും കരയുവാനും നിലവിളിക്കുവാനും ഒക്കെ തുടങ്ങി. They began to cry out to God even from their workplace. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ ജീവിതത്തെ കയ്പാക്കി കളഞ്ഞു എന്നാണ്. We see that there was a bitterness, their life became bitterness. അവര് ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങി വീട്ടിലോട്ട് വന്നാൽ അവിടെ ആൺമക്കളെ കൊന്നുകളയുന്നതിനുള്ള കൽപ്പനയുണ്ട്. അവിടെ വീട്ടിലും പ്രയാസങ്ങളാണ്. When they return from the place of their work to their home, they find a bitterness there because there is a rule that all the boy child should be killed. അതുവരെയും ഉണ്ടായിരുന്ന എല്ലാ സമാധാനവും എല്ലാ സന്തോഷവും അവരുടെ ജീവിതത്തിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. All the joys and peace that they enjoyed till that point, it began fading away from their lives. നാം ആ ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, when we read these things, there is something else that we can see there. അവരറിയുന്ന രാജാവ് ഉണ്ടായിരുന്നപ്പോഴും അവരെ അറിയാത്ത രാജാവ് ഉണ്ടായിരുന്നപ്പോഴും അവരെ നന്നായി അറിയുന്ന ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. Both when there was the Pharaoh who knew Joseph and when there was the other Pharaoh who did not know Joseph, in both these circumstances, there was a God who took care of the children of Israel. മൂന്നാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തില് ദൈവം അതിന് ഉത്തരമായിട്ട് അവിടെ പറയുന്നത്, ഈ എല്ലാ നിലവിളിയും ഞാൻ കേട്ടു, അതിനുത്തരമായിട്ട് ദൈവം അവിടെ പ്രവർത്തിക്കുകയും അവർക്ക് മോശയെ അവിടെ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. In chapter 3 verse 9 we see God saying that I heard your cry and I've made a way and I'm preparing a person, and we see that in the person of Moses. ദൈവം എപ്പോഴും അവരെ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. Through all these circumstances we can see that God was knowing his people. ഇവിടെ 62-ാം സങ്കീർത്തനത്തിലും ദാവീദ് പറയുന്നത് അങ്ങനെയാണ്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക എന്നുള്ളത്. Even in Psalm 62 David says, there is a God who knows you and trust only in that God. മറ്റൊന്നിലും ആശ്രയിക്കുവാനായിട്ട് നീ ശ്രമിക്കരുത്. Do not even attempt to trust in anything else. നമ്മെ നന്നായി അറിയുന്ന ദൈവമുണ്ട് നമുക്ക് ആശ്രയിക്കുവാൻ. There is a God who knows you very well. Trust in him. നമ്മെ ദാവീദ് തന്നെ പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ നമ്മെ അറിയുന്നു. David in another psalm says, even before I was formed in my mother's womb, he knew me. ഇവിടെ ആശ്രയിക്കുവാനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കാണുവാനായിട്ട് കഴിയും. There are many things upon which we could trust, and we see that here. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെയാണ്. In verse 3 we read that you're all like a leaning wall and a tottering fence. മതിലും വേലിയും ഒക്കെ പലപ്പോഴും നമുക്ക് ആശ്രയിക്കുവാനുള്ള സാധനങ്ങളാണ്. Both a wall or a fence is something that gives us a protection, something that we can depend upon. എന്നാൽ ഇവിടെ പറയുന്ന മതിലോ അല്ലെങ്കിൽ വേലിയോ ഒന്നും ആശ്രയിക്കുവാനായിട്ട് കൊള്ളില്ല. But here the psalmist says, this wall or fence is not worthy of your trust. ഇത് ചാഞ്ഞതും ഇത് ആടുന്ന വേലിയുമാണ്. It is a leaning fence. It's a tottering fence. ഇത് ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ അതിനൊരു യാതൊരു പ്രയോജനമില്ലാതെ നിൽക്കുകയാണ്. Even in the place where it stands, it is of no value. അപ്പോൾ അതിനെ ആശ്രയിച്ചാൽ ഫലം നിരാശയായിരിക്കും. And if you trust in such a matter, the result will be a disappointment. 9-ാം വാക്യത്തില് in verse 9 അവിടെ പറയുന്നത്, സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ബോഷ്കുമത്രേ, തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ ആകപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. We read about men here. Verse 9 reads, surely men of low degree are a vapor, men of high degree are a lie. If they are weighed on scales, they are altogether lighter than vapor. ഈ ചാഞ്ഞ മതിലും അല്ലെങ്കിൽ ആടുന്ന വേലിയിലും ഒന്നും ആശ്രയിക്കാതെ ഇനി സാമാന്യ ജനം അല്ലെങ്കിൽ ശ്രേഷ്ഠജനം അവരിൽ ആശ്രയിക്കാം എന്ന് വെച്ചാൽ, suppose we decide not to trust or depend upon these leaning walls and tottering fence, and instead if we were to depend on men of high degree. സാമാന്യ ജനം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഒരു ശ്വാസം മാത്രം, വെറും ഒരു ആവി മാത്രമാണ്. ആ ഒരു ആവിയിൽ പോയി ഒരു മനുഷ്യൻ ആശ്രയിക്കുക എന്ന് വെച്ചാൽ അവൻ തീർത്തും ബലഹീനമായിരിക്കും. And here we see that to trust in such men is like trusting or depending upon vapor. ഇനി ശ്രേഷ്ഠജനം അവരാണെങ്കിൽ വെറും ബോഷ്ക. The men of high degree are a lie.
ശ്രേഷ്ഠജനം എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ കണ്ടാൽ ആശ്രയിക്കുവാനായിട്ട് അല്പം പോലും സംശയം തോന്നുകയില്ല. നല്ല സ്വാധീനമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ, നമുക്ക് ഒന്നും നോക്കാതെ അനേക വർഷങ്ങൾ അവരെ ആശ്രയിക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ താല്പര്യം തോന്നും. When here it refers to men of high degree. In our society we can see people of high education, of a high influence, men whom we think we can depend upon, men who we think can help us. About such people, the Word of God says, they are lighter than vapor. ദാവീദിന്റെ അനുഭവം, ദാവീദ് പറയുന്നത് അങ്ങനെ ഈ ശ്രേഷ്ഠജനത്തെ ആശ്രയിക്കുവാൻ പോയാൽ അവർ വെറും ബോഷ്ക് മാത്രമാണ്. David says, if you go on to trust or depend upon men of high degree, they are a lie. നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ് ഈ വിവേചന ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. It is in the time of our need that we need wisdom and discernment. ബോഷ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ യാതൊരു വിശ്വസ്തതയും ഉണ്ടാകുകയില്ല. When we say that these men are a lie, it says that they have no faithfulness in their life. നാം ആശ്രയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബലഹീനത കൊണ്ടാണ്. We depend because of our own weakness. എന്നാൽ നമുക്ക് ലഭിക്കുന്നത് നിരാശയാണെങ്കിൽ അല്ലെങ്കിൽ അവിശ്വസ്തതയാണെങ്കിൽ നമ്മുടെ ആശ്രയത്തിന്റെ ഫലം എന്തായിരിക്കും? But if in our time of weakness, if we are trusting in them, and if they are a lie, then how horrible will the end result be? ഇനി ദാവീദ് പറയുന്നത്, ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ 9-ാം വാക്യത്തിൽ തന്നെ പറയുന്നത്, നിങ്ങളുടെ തുലാസിന്റെ തട്ടിൽ തൂക്കി നോക്കുക. He says, if you do not understand, if you do not understand what I am saying, then you measure this yourselves. നിങ്ങൾ അത് ചെയ്യുമ്പോൾ അവർ പൊങ്ങിപ്പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. When you weigh them in a balance, you will see that their side is lifted up. യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്ന് എല്ലാ നിലയിലും ദാവീദ് ഉറപ്പിച്ചു പറയുക. David is very clearly saying, from every angle, men of high degree will be of no value. രാജാവിനെ ദൈവം തൂക്കി നോക്കി തുലാസിൽ കുറവുള്ളവനായിട്ട് കണ്ടുവെന്ന് നാം വായിക്കുന്നു. We read that the Lord God measured a king and found him lacking. രാജാവ് എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുവാൻ ഏകദേശം നല്ലൊരു വ്യക്തിയാണ്. And when we talk about a king, we can surely understand that he is a man upon whom we can depend. നമ്മുടെ അനുഭവത്തിൽ നാം ഒന്ന് പോയി രുചിച്ചു നോക്കുക, ഒന്ന് ആശ്രയിച്ചു നോക്കുക ഈ ശ്രേഷ്ഠ ജനത്തെ, ഈ സാമാന്യ ജനത്തെ, ഈ ചാഞ്ഞ വേലിയും ആടുന്ന മതിലിനെയൊക്കെ ദൈവത്തിന് പകരം ആശ്രയിച്ചു നോക്കി അനുഭവിക്കുക, കുറവുള്ളവരായിട്ട് കാണും. If we were to at any time depend on these men of a high degree, if that is our experience, then we will understand that they were just a vapor. ദാവീദിന്റെ അനുഭവം ഇവിടെ എഴുതിയിരിക്കുന്നത്, അവരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ 3-ാം വാക്യത്തിൽ പറയുന്നത്, അവർ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് അവനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. David, from his experience about these men, he says they only consult to cast him down from his high position. ആരെയാണ് ഇവരെ ആക്രമിക്കുന്നത്? ആരെയാണ് ഇവർ കൊല്ലുവാൻ ശ്രമിക്കുന്നത്? ഈ ശ്രേഷ്ഠ ജനം അവരിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ തന്നെ, അവരുടെ അടുക്കൽ അഭയത്തിനായിട്ട് ചെല്ലുന്ന വ്യക്തിയെ അവർ കൊല്ലുവാനായിട്ട് അവർ ആക്രമിക്കുക. These men of high degree, who are they trying to destroy? Who are they trying to bring down? It is the very people whom are coming to them for dependence. These men of high degree are trying to bring them down. ദാവീദിന്റെ ജീവിതത്തിൽ ഇത് നമുക്ക് ധാരാളമായിട്ട് കാണുവാനായിട്ട് കഴിയും. We can see this experience in the life of David. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അവരെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. What does it mean when we say to kill a person? നാം ആശ്രയിച്ച ഒരാളുടെ അടുത്ത് ചെല്ലുക, അവര് നമ്മെക്കുറിച്ച് ഈ നിലയിൽ നമ്മോട് പെരുമാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആശ്രയം വെറും ദുർബലമായിട്ട് തീരും. When we trust in a person and if such a person tries to do this to us, tries to destroy us, then our dependence is, we are totally disappointed with that. അതുകൊണ്ട് മാത്രം തീർന്നില്ല. 4-ാം വാക്യത്തിൽ പറയുന്നത് അവർ ബോഷ്കിൽ ഇഷ്ടപ്പെടുന്നു. In verse 4 we read that they delight in lies. ബോഷ്കിൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർ നുണ നന്നായിട്ട് ആസ്വദിച്ച് പറയുന്നവരാണ്. What does it mean? It says that they delight in lies. They love to
speak lies. ആരെക്കുറിച്ചാണ് അവർ നുണ പറയുന്നത്? About whom are they speaking evil? അവരെ ആശ്രയിക്കുന്നവരെ കുറിച്ച്. About the people upon whom, about the people who trust in them. അവരെ ആശ്രയിച്ചവരെ കുറിച്ച്. About the people who are depending upon them. അവർ നുണ ആസ്വദിച്ചു പറയുക മാത്രമല്ല, അതാണ് അവർക്ക് ഇഷ്ടം. Not only they are delighting in these lies, that is what they are always doing. അവർ ശ്രേഷ്ഠന്മാരാണ്, അവരെ കുറിച്ച് പറയുന്നത് അവർ ശ്രേഷ്ഠജനമാണ്. പക്ഷെ അവർ ഭോഷ്ക് ഇഷ്ടപ്പെടുന്നു. We talk about these men as men of high degree, but they love lies. അതുമാത്രമല്ല, അതിന്റെ താഴെ പറയുന്നത് അവർ ഉള്ളം കൊണ്ട് ശപിക്കും, വായ് കൊണ്ട് അനുഗ്രഹിക്കും. Here we read, they bless with their mouth, but they curse inwardly. അവരുടെ അടുക്കലേക്ക് സഹായത്തിനായിട്ട് ചെല്ലുമ്പോൾ പറയും, നീ കറക്റ്റ് സ്ഥലത്താ വന്നത്, വേറെങ്ങും പോകാതിരുന്നത് നന്നായി, എനിക്ക് നിന്നെ സഹായിക്കുവാനായിട്ട് കഴിയും. ഇതായിരിക്കും അവരുടെ സ്വീകരണം. എന്നാൽ ഉള്ളം കൊണ്ട് അവർ ശപിക്കുക. When we go to men like this, outwardly they will say, you have come to the right person, you are going to find help here, but in their hearts they will be cursing. അവർക്ക് ഒരിക്കൽ പോലും ഉള്ളം കൊണ്ട് അവരെ അനുഗ്രഹിക്കുവാനായിട്ട് കഴിയില്ല. At no time they are able to bless with their hearts. കർത്താവിന്റെ അരികിലേക്ക് കുറച്ചു പേര് ചെന്നു. അപ്പോൾ കർത്താവ് അവരെ നോക്കിയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. A few people went to the Lord, and this is what the Lord told them. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. These people honor me with their lips, എന്നാൽ ഹൃദയം കൊണ്ട് അവർ അകന്നിരിക്കുക. but in their hearts they are far from me. ദൈവത്തിന്റെ മുഖപ്രകാശത്തിലല്ലാത്ത ഒരു വ്യക്തിക്ക്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയോട് ഉള്ളം കൊണ്ട് ചേർന്നിരിക്കുവാൻ കഴിയില്ല, ഹൃദയം കൊണ്ട് അടുത്തിരിക്കുവാനായിട്ട് കഴിയില്ല, അവനെ സഹായിക്കുവാനായിട്ട് കഴിയില്ല. A man who is not trusting in God, a man who is not face to face with God, cannot be sincere in his heart. അപ്പോൾ തന്നെ അവർ ശ്രേഷ്ഠന്മാരാണ്, അപ്പോൾ തന്നെ അവർ സാമാന്യം നല്ല നിലവാരമുള്ളവരാണ്, അവർ മതിലുകളാണ്, അവർ വേലികളാണ്. But the man who trusts in God, they are the men of high degree. They are a firm wall. They are not the tottering fences. പിന്നെ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് 4-ാം വാക്യത്തിൽ പറയുന്നത്, അവർ ചെയ്യുന്നത് അവന്റെ പദവിയിൽ നിന്ന് തള്ളി താഴെയിടുക എന്നുള്ളതാണ്. But about these men we read that they cast him down from his high position. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ in Matthew chapter 4, അതിന്റെ 4-ാം വാക്യം, verse 4. എന്താണ് ഈ ദൈവമക്കളുടെ പദവി? എന്താ? What is the status of the people of God? ദൈവമക്കളുടെ പദവി, ലോകത്തിൽ ഏറ്റവും അധികം ഉയർത്തപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത്, ഒന്ന് അധികാരമുള്ള സ്ഥലം, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ വംശങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള സ്പോർട്സ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെയാണ് മനുഷ്യൻ ഏറ്റവും ഉയർത്തപ്പെടുന്നത്. We see in society many areas where men are lifted up, areas of sports, areas of authority, in religion. We see men being exalted. അധികാരത്തിലാണെങ്കിൽ ഒരു രാജ്യത്തുള്ള ഏറ്റവും വലിയ അധികാരി എന്ന് പറയുന്നത് അവിടുത്തെ പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ രാജാവാകാം. When we talk about men of authority, it may be a king, maybe a president. മതപരമായ കാര്യങ്ങളിലാണെങ്കിൽ അവിടെയുള്ള പുരോഹിതന്മാർ, അവരുടെ മുകളിലുള്ള വ്യക്തികൾ, ഇവരൊക്കെയാണ് ഏറ്റവും ഉന്നതരായിട്ട് സമൂഹത്തിൽ കണക്കാക്കപ്പെടുന്നവർ. Exalted men in the religious realm are probably a priest or those above a priest. അല്ലെങ്കിൽ നമ്മുടെ വംശം, അല്ലെങ്കിൽ നമ്മുടെ കുലം, ജാതി, ഇതെല്ലാം മനുഷ്യനെ ഏറ്റവും ഉയർത്തുന്നതാണ് മനുഷ്യരുടെ ഇടയിൽ. Within our own people groups, we see men of high stature. ദൈവമക്കളുടെ പദവി എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ മേഖലകളിലും ആരെല്ലാം എവിടെയെല്ലാം എങ്ങനെയെല്ലാം ഉയർത്തപ്പെട്ടാലും അതിന്റെ മുകളിലാണ്. But the status of a child of God, a status of God's children, in whatever circumstances we are, whatever circumstances they are,
we see that the child of God is above those exalted positions. നമ്മെക്കുറിച്ച് പറയുന്നത് നാം രാജകീയ പുരോഹിത വർഗമാണ്, നമ്മൾ വിശുദ്ധ വംശമാണ്, അവന്റെ സ്വന്തം ജനമാണ്. About us, the word of God says we are a royal priesthood. We are a holy nation. രാജാവാണെങ്കിൽ പിന്നെ പുരോഹിതനാക്കില്ല, പുരോഹിതനാണെങ്കിൽ രാജാവുമാക്കില്ല. നമ്മെ ദൈവം ഇതെല്ലാ മേഖലകളിലും അവൻ ഏറ്റവും ഉയർത്തിയിരിക്കുക. If you see a king, he does not become a priest. And if you see a priest, he does not become a king. But about us, we are even far above that position. ഏറ്റവും ഉയർന്നിരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ദോഷം എന്താ? What is the disadvantage of being on a very high position? ഏറ്റവും ഉയർന്നിരിക്കുമ്പോഴാണ് ഏറ്റവും താഴെയുള്ള വ്യക്തി നിന്നെ ശ്രദ്ധിക്കുക. It is when you are in a high position that people of the lower stature will start looking to you. എപ്പോഴും ഈ താഴെ കിടക്കുന്ന ഏറ്റവും അധംപതിച്ച് കിടക്കുന്നവന്റെ ലക്ഷ്യം മുഴുവനും ഏറ്റവും ഉയർന്നിരിക്കുന്ന വ്യക്തി. Where the man of the lowest degree, the man who is at the lowest level, his attention is always at the man who is on the top. ഏറ്റവും താഴെ കിടക്കുന്ന വ്യക്തി ആരാ? Who is the one who is at the lowest level? അത് വേറെ ആരുമല്ല, അത് ആണ് സാത്താൻ. That is no one else but Satan himself. അവന്റെ നോട്ടം മുഴുവനും ഈ ഏറ്റവും ഉയർന്നിരിക്കുന്ന വിശ്വാസിയെ തന്നെയാണ്. His eyes are always upon this highly exalted ഈ child of God. രാജാവായിട്ട്, ഈ പുരോഹിതനായിട്ട്, ഈ സ്വന്തം ജനമായിട്ട് ഏറ്റവും ദൈവം ഉയർത്തിയിരിക്കുന്ന ഈ മനുഷ്യന്റെ സ്ഥാനമാണ് ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. This Satan is looking at the one whom God has raised as a royal priest, as a holy nation, the one whom God has exalted. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് കുലുക്കി താഴെ ഇടണം. The Satan wants to somehow shake him and bring him down. ഇതിനു വേണ്ടി ഇവന്റെ ചുറ്റും എല്ലാ മതിലും വേലിയും ശ്രേഷ്ഠജനവും സാമാന്യ ജനത്തെയും കൊണ്ടു നിർത്തിയേക്ക്, നീ ഇതിനെ ആശ്രയിക്ക്, താഴവാ. To do that, Satan brings around this exalted man a tottering fence, a leaning wall, and men of high degree, so that he will trust in them and he will fall. നാം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. In Matthew chapter 4, we read like this. അവിടെ കർത്താവിന്റെ അരികിലേക്ക് ഈ താഴ്ന്നു കിടക്കുന്ന ഈ മനുഷ്യൻ ഏറ്റവും ഉന്നതനായ കർത്താവിന്റെ അരികിലേക്ക് ചെന്നു. This man of low degree, this Satan, he comes to the Lord. അവിടെ ചെന്നിട്ട് കർത്താവിനോട് പറഞ്ഞു. ആദ്യം 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. Satan tells 3 things to the Lord. ഒന്ന് ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. One, he talks about food. ആ കാര്യത്തിൽ നടക്കുകയാണ്, അവൻ താഴേക്ക് പോരുകയാണെങ്കിൽ ബാക്കി 2 കാര്യവും സ്വന്തമായിട്ട് കയ്യിൽ വയ്ക്കാം. If the Lord had failed in this first matter regarding food, then the other 2 things could have been kept away. എന്നാൽ അത് നടന്നില്ല. But the first one did not work out. അതിൽ പിന്നെ അടുത്തതിൽ ഉള്ളതിൽ മെച്ചമായത് പിന്നെ കാണിക്കുക. Then we come to the second point. നീ താഴേക്ക് ചാട്. You jump down from a high place. നല്ല കവറേജ് കിട്ടും, മീഡിയയിലൊക്കെ നല്ല കവറേജ് കിട്ടും. ചെയ്തു നോക്ക്. When you do that from a high place, all the people will see you. അതും അവിടെ നടന്നില്ല. And there also the Lord says no. അവസാനം ചെന്ന് പറയുന്നത് ഈ ലോകത്തുള്ള രാജ്യങ്ങളെയും ആ രാജ്യത്തിന്റെ എല്ലാ മഹത്വവും അവൻ അവിടെ കാണിച്ചു. Then Satan shows the glory of the whole world and shows that to the Lord Jesus Christ. എന്നിട്ട് കർത്താവിനോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ ഒരു കാര്യം മാത്രം ചെയ്യുക. Satan tells, after showing all the glory, Satan tells the Lord, I will give you all this glory to you, but there's just one thing that you have to do. നീ എന്നെ വീണ് ഒന്ന് നമസ്കരിക്കുക. You just fall at my feet and worship me once. നീ ഇരിക്കുന്ന ഈ ഏറ്റവും ഉന്നതമായ പദവിയിൽ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, ദൈവത്തെ ആരാധിക്കുന്ന ആ പദവിയിൽ നിന്ന് നീ താഴേക്ക് വാ, എന്നെ ആരാധിക്കുക, എന്നെ നമസ്കരിക്കുക. This high position where you are sitting and you are worshipping God, where you are looking to God, get down from that place and come and worship me, and I will give you all the glories of this earth. ദൈവത്തിലല്ലാതെ ആശ്രയിച്ചാൽ ജീവിതത്തിന്റെ അവസാനം ഇതായിരിക്കും, നിന്റെ ഉന്നതമായ പദവിയിൽ നിന്ന് നിന്നെ തള്ളി താഴെയിടും. If you are not trusting in the Lord, if you are not depending upon the Lord, then you will be pushed down from that exalted position. ഇതൊരിക്കലും നമുക്ക് മനസ്സിലാകുകയില്ല. We may not understand this. കാരണം ഈ സാത്താൻ എന്ന് പറയുന്ന വ്യക്തി ബോഷ്ക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്നവനാണ്. Because this Satan is the one who loves lies.
അവൻ പറയുന്നത് അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനും കൂടിയാണ്. We read about him, he is the one who lies and he is the father of lies. അവൻ വന്ന് ആ മധുരമായ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിലയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ ആശ്രയിക്കുവാനായിട്ട് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കും. He is preparing us with sweet words that we might trust and depend upon these surroundings. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം, In Nehemiah chapter 6, അതിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. we'll read a few verses starting from verse 1. എന്നാൽ ഞാൻ മതിൽ പണിതു. ആ കാലത്ത് പടിവാതിലുകൾക്ക് കതകുകൾ വെച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റം ഒന്നും ശേഷിച്ചിട്ടില്ലെന്ന് സൻബല്ലത്തും തോബിയാവും അരോബിനായ ശേഷമും ഞങ്ങളുടെ മറ്റു ശത്രുക്കളും കേട്ടപ്പോൾ സൻബല്ലത്തും ശേമും തന്റെ അടുക്കൽ ആളെ അയച്ചു, വരിക, നാം ഒനോസ സമഭൂമിയിൽ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത്. ഞാൻ അവരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു. ഞാൻ ഒരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിയുകയില്ല. ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മെനക്കേട് വരുത്തുന്നത് എന്തിന് എന്ന് പറയിച്ചു. അവർ 4 പ്രാവശ്യം അങ്ങനെ എന്റെ അടുക്കൽ ആളെ അയച്ചു. ഞാനും ഈ വിധം തന്നെ മറുപടി പറഞ്ഞയച്ചു. സൻബല്ലത്ത് അങ്ങനെ തന്നെ 5-ാം പ്രാവശ്യം തന്റെ ഭൃത്യനെ തുറന്നിരിക്കുന്ന ഒരു എഴുത്തുമായി എന്റെ അടുക്കിലേക്ക് അയച്ചു. അതിലെഴുതിയിരിക്കുന്നത്, നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാവുന്നു നീ മതിൽ പണിയുന്നത്. നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നുവെന്നത്രേ വർത്തമാനം. We read from verse 1 to 6. Now it happened when Sanballat, Tobiah, Geshem, the Arab, and the rest of our enemies heard that I had rebuilt the wall, and that there were no breaks left in it, though at that time I had not hung the doors in the gates, that Sanballat and Geshem sent me saying, come, let us meet together among the villages in the plain of Ono. But they thought to do me harm. So I sent messengers to them saying, I am doing a great work, so that I cannot come down. Why should the work cease while I leave it and go down to you? But they sent me this message 4 times, and I answered them in the same manner. Then Sanballat sent his servant to me, as before, the 5th time, with an open letter in his hand. In it was written, it is reported among the nations, and Geshem says that you and the Jews plan to rebel. Therefore, according to these rumors, you are rebuilding the wall, that you may be their king. ഇവിടെ നെഹമ്യാവ് വളരെ ഉന്നതമായ നല്ല നിലവാരമുള്ള ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Here we see Nehemiah doing a great work. എന്നാൽ നെഹമ്യാവിനെ സഹായിക്കുവാനായിട്ട്, അവന് ആലോചന പറഞ്ഞു കൊടുക്കുവാനായിട്ട്, അവനെ രക്ഷിക്കുവാനായിട്ട് സൻബല്ലത്തും തോബിയാവും അവിടെ ശ്രമിക്കുക. But we see Sanballat and Tobiah trying to give him great counsel, trying to save Nehemiah. ഒരു പ്രാവശ്യമല്ല ഈ നെഹമ്യാവിന്റെ അടുക്കിലേക്ക് സൻബല്ലത്ത് ചെന്നത്. It is not just once that Sanballat and Tobiah comes to Nehemiah. ആദ്യം ഒരു പ്രാവശ്യം ചെന്നു, they come the first time. രണ്ടാമത് ചെന്നു, മൂന്നാമത് ചെന്നു, നാലാമത് ചെന്നു. They come the second, the third, and the 4th time they come to him. അവരുടെ ആ സമീപനം പിന്നെയും കുറച്ചില്ല, 5ാമത് പിന്നെയും അവിടെ ചെന്നു. And they are not discouraged, they go back the 5th time. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നെഹമ്യാവ് പറയും, സഹോദര വേണ്ട, ഞാൻ ഈ പണിയൊന്ന് തീർത്തോട്ടെ, നീ എനിക്കിട്ട് പണിയില്ലേ. എത്ര പ്രാവശ്യം പറഞ്ഞാലും നെഹമ്യാവിനെ വിടുന്നില്ല. അവർ പിന്നെയും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. Though Nehemiah tells him, brothers, I do not want to come now, let me finish this work. In spite of Nehemiah rejecting their advice, they keep coming back to him. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നെഹമ്യാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ശുശ്രൂഷ തടസ്സപ്പെടുത്തുക എന്നുള്ളത് മാത്രം. Their aim is just to prevent Nehemiah from completing that great work. അല്ലാതെ നെഹമ്യാവിനെ സഹായിക്കുവാനുള്ള യാതൊരു ആഗ്രഹവും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. They had no desire to help Nehemiah in any way. അവർ ബോഷ്കിൽ ഇഷ്ടപ്പെടുന്നവരാണ്. They loved lies. അവർ പറഞ്ഞത് മുഴുവനും നുണയാണ്. All that they said was a lie. അവർ വായ് കൊണ്ട് അനുഗ്രഹിക്കുക, അവർ അതരം കൊണ്ട് നെഹമ്യാവിനെ ബഹുമാനിക്കുകയായിരുന്നു.
With their mouths they bless. With their lips they honor Nehemiah. എന്നാൽ ഉള്ളം കൊണ്ട് ഹൃദയം കൊണ്ട് അവർ ശപിക്കുകയും അകന്നിരിക്കുകയും ചെയ്യുകയാണ്. But with their hearts they curse and they stay away from Nehemiah. നെഹമ്യാവ് അവരോട് പറഞ്ഞത്, ഞാൻ ഈ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നാൽ ഞാൻ ഈ വലിയ വേല മെനക്കെടുത്ത് ഞാൻ പോവുകയാണ്. If Nehemiah replies that if I leave this work and come to you, then there will be a stoppage in this great work. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് മെനക്കെടുത്തുന്ന വിളികൾ ഉണ്ടാകുക. It is when we are doing our finishing works that we have these interferences coming. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി അധികം പണികളൊന്നും ബാക്കി ശേഷിച്ചിട്ടില്ല. ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉള്ളൂ ബാക്കി. എന്നാൽ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ക്ഷണങ്ങൾ വരിക. In our own lives we may not have many big work to do, many small things to finish, but it is during this time that we get this kind of invitation. നിന്റെ വേല മതിയാക്കി നീ താഴേക്ക് വരിക, ഞങ്ങൾ നിന്നെ സഹായിക്കാം, നിന്റെ ജീവൻ അപകടത്തിലാണ്. Stop this work, your life is in danger, you come down and we will help you. നെഹമ്യാവ് ശരിക്കും പറഞ്ഞാൽ ഇവരെ നിഷേധിച്ചുവെങ്കിലും ദൈവത്തോട് പറയുന്നു 9-ാം വാക്യത്തിൽ പറയുന്നത്, though we see Nehemiah not accepting their invitation, in verse 9 we read, വേല നടക്കാതെ വണ്ണം ധൈര്യം ക്ഷയിച്ച് പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി, ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണം. We see Nehemiah's prayer here, for they all were trying to make us afraid, saying their hands will be weakened in the work and it will not be done. Now therefore, O God, strengthen my hand. നെഹമ്യാവ് അവരിൽ ആശ്രയിക്കുവാനായിട്ട് പോയില്ല. Nehemiah did not go to trust or depend upon these men. അവർ ശ്രേഷ്ഠന്മാരാണ്, അവർ സാമാന്യം നല്ലവരാണ്, അവർ നല്ല മതിലും വേലിയുമായിട്ടൊക്കെ അവരെ ചുറ്റും നിൽക്കാമെന്ന് വലിയ ഓഫറുകൾ 1-5 പ്രാവശ്യം തന്നിട്ടുണ്ട്. എന്നാൽ നെഹമ്യാവ് അത് സ്വീകരിച്ചില്ല. They are men of high degree. They are walls and fences around them. They offer help, but Nehemiah decided not to receive that help. നെഹമ്യാവ് ചെല്ലുന്നത് ദൈവത്തിന്റെ അടുക്കിലേക്ക്. But we see Nehemiah going to God. ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ദൈവത്തോട് പറയാ, ദൈവമേ ഞാൻ വളരെ ബലഹീനമായി പോയി. കാരണം എന്നോട് കൂടെ എന്നെ സഹായിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർ അവർ പറയുന്ന കാര്യങ്ങൾ എന്നെ എന്നെ ബലഹീനമാക്കുക. Nehemiah prays to God. He says, "O Lord, I am weak. The people who try to make me strong are making me weak. നീ എന്നെ ധൈര്യപ്പെടുത്തണം. So therefore strengthen me. കർത്താവേ, നീ എന്നെ ധൈര്യപ്പെടുത്തണം. The Lord, you have to strengthen me." ആശ്രയിക്കുവാനായിട്ട് ദൈവമല്ലാതെ മറ്റൊരു സ്ഥലം നീ കണ്ടെത്തേണ്ട ആവശ്യമില്ല. There is no need for any place for you to depend other than the Lord God. ഇവിടെ 62-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് അവർ ആ ഉന്നതമായ പദവിയിൽ നിന്ന് തള്ളി താഴെയിടുകയാണുള്ളത്. In Psalm 62 we see what David says, that they push you from a lofty place. ഒരാള് നമ്മെ പിടിച്ച് കുലുക്കി താഴെയിടുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ? When a man is trying to shake you and push you down, what is it that we need? നമുക്ക് വേണ്ടത് ഏറ്റവും ശക്തിയുള്ള ഒരു മനുഷ്യനെയാണ്. We need the strongest person around us. നാം ആശ്രയിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം നാം അറിഞ്ഞിരിക്കണം. We should understand the character of God upon whom we നാം trust. ഒന്നും അറിയാതെ ദൈവത്തിൽ പോയി ആശ്രയിക്കേണ്ട ആവശ്യമില്ല. We need not blindly trust in the Lord. നാം ആശ്രയിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം കൂടെ ദാവീദ് പറയുന്നത് 11-ാം വാക്യത്തിൽ പറയുന്നത്, ബലം ദൈവമേ നിനക്കുള്ളതെന്ന് നീ ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. We need to trust in the God who says that He is the strength. We read in verse 11, God has spoken once. Twice I have heard this, that power belongs to God. എന്നെ ഈ വലിയ ശുശ്രൂഷയിൽ നിന്ന് കുലുക്കി താഴെയിടുവാൻ സൻബല്ലത്തും തോബിയാവും ശ്രമിക്കുമ്പോൾ ദൈവമേ നീ എന്നെ ധൈര്യപ്പെടുത്തും. When Sanballat and Tobiah is trying to push me down from this great ministry that you have given me, O God, you be my strength. നല്ല ബലമുള്ള സ്ഥലത്ത് നമുക്ക് പിടുത്തം കിട്ടിയാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കുവാനായിട്ടില്ല. If our hold is within a stronghold, within a place of strength, then we need not be afraid. എന്നാൽ 11-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് ശക്തി മാത്രമല്ല നമ്മെ പിടിക്കുന്ന ദൈവത്തിന് ഉള്ളത്. കർത്താവേ, ശക്തി മാത്രമല്ല നിനക്കുള്ളത്, നിനക്ക് ദയയും നിനക്കുള്ളതാണ്. But David says, O God, not only power belongs to you, also to you, O Lord, belongs mercy. ദൈവമേ, നിനക്ക് എന്നോട് സ്നേഹം കൂടെയുണ്ട്, നിനക്ക് ശക്തി മാത്രമല്ല.
Lord, you not only have a power, but you have love towards me. നമ്മെ ഒരു വ്യക്തി പിടിക്കുകയാണ്, ആ നല്ല ശക്തിയുള്ള ആളാണ് നമ്മെ പിടിക്കുന്നതെന്ന് വെക്കുക, ആ വ്യക്തിക്ക് നമ്മോട് കുറച്ച് സ്നേഹവും കൂടെ ഉണ്ടെങ്കിലോ ഒരിക്കലും നാം താഴെ പോകുവാൻ അവൻ അനുവദിക്കില്ല. If we have a man of strength holding us, and if that man not only strength but has love also, then we will never fall. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവൻ ശക്തിയോടെ മാത്രമല്ല, അവൻ ദയയോടും അവന്റെ സകല സ്നേഹത്തോടും കൂടെ നിന്നെ ചേർത്ത് പിടിക്കും, വീഴാതെ. When you trust in the Lord, it will be not only one who has power, but also one who has mercy, and He will hold you in a way that you will never fall. എന്നാൽ ഈ മറ്റുള്ള കാര്യങ്ങളിൽ ആശ്രയിച്ചാൽ അവർ നിന്നെ ആ ആശ്രയിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നിന്നെ ഉള്ളം കൊണ്ട് ശപിക്കുന്നവരാണ്. But if you are going to trust in anything else, right in that place, in their hearts, they will be cursing you. ഇവിടെ 7-ാം വാക്യത്തിൽ പറയുന്നത്, രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. In verse 7 we read, In God is my salvation and my glory. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. The rock of my strength and my refuge is in God. നാം ആശ്രയിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവങ്ങളാണ് ദാവീദ് ഇവിടെ പറയുന്നത്. David is describing the character of the God in whom he trusts. എന്റെ മഹിമ ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവത്തിന്റെ പക്കലാണ്. He says, my glory is in the God in whom I trust. എനിക്കുള്ള ബഹുമാനവും എനിക്കുള്ള ആദരവും എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റും ഒക്കെ വരുന്നത് എവിടെ നിന്നാണെന്നാണ് ദാവീദ് ആശ്രയിക്കുന്നത്? ഞാൻ ആശ്രയിക്കുന്ന എന്റെ കർത്താവിൽ നിന്ന്. David is saying that my glory, my status, anything in me is coming from the God in whom I trust. ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവത്തിൽ നിന്ന് നിനക്ക് നന്മ വരും. നിനക്കുള്ള എല്ലാ മാനവും നിനക്കുള്ള എല്ലാ ബഹുമാനവും അവങ്കിൽ നിന്ന് തന്നെ വരും. If you are trusting in God, all goodness will come from God Himself. All your honor and all your exaltation will come from God Himself. സൻബല്ലത്തിന്റെയോ തോബിയാവിന്റെയോ കത്തുകൾ വായിച്ച് നീ കരയേണ്ട ആവശ്യമില്ല. You need not be worried by reading Sanballat's and Tobiah's letters. നീ നിന്റെ ആ വലിയ വേല തുടരുക, അത് മെനക്കെടുത്തുവാനായിട്ടൊന്നും ശ്രമിക്കരുത്. You continue with the work that God has given. Do not be hindered in any way because of that. രക്ഷ, എന്റെ രക്ഷ, ഇവിടെ ദാവീദ് പറയുന്നത് എന്റെ രക്ഷ ദൈവത്തിന്റെ പക്കലാകുന്നു. Here we read that in God is my salvation. ദൈവത്തിന്റെ പക്കൽ നിന്നാണ് എനിക്ക് രക്ഷ വരുന്നതെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി വരുന്ന ഏത് പ്രശ്നത്തിന്, ഏത് വിഷയത്തിന്, ഏത് സംഗതിക്ക് എന്നെ ബലഹീനമാക്കുവാനായിട്ട് കഴിയും, എന്നെ മുറിവേൽപ്പിക്കുവാനായിട്ട് കഴിയും. If my salvation is going to come from God, then whatever my circumstances, whatever my problem is, it will not be able to touch me. എന്റെ പാറ, ഉറപ്പുള്ള പാറ എന്റെ ദൈവമാണ്. And my God is the rock of my strength. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, 2 മനുഷ്യർ വീട് പണിതു, ഒന്ന് മണലിന്മേൽ, ഒന്ന് പാറമേൽ വീട് പണിതു. In the New Testament we read a parable about 2 men, one who built his house on a rock and another one who built his house on the sand. പാറമേൽ വീട് പണിത മനുഷ്യനോട് പറഞ്ഞു, ഇനി നീ പേടിക്കണ്ട. To the man who built the house on the rock, the word was that you need not fear. എന്താ പേടിക്കണ്ട എന്ന് പറഞ്ഞത്? Why is there a word that you need not നീ fear? പാറമേൽ വീട് പണിതുകൊണ്ട് ഇനി മോർഗേജ് കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്. It doesn't say that because you built a house on the rock, you need not pay your mortgage. നീ ഒരു കാറ്റിനെയും പേടിക്കണ്ട. It says you need not be afraid of the winds that are going to strike you. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന കാറ്റിനെ നീ പേടിക്കണ്ട. അത് കൊടുങ്കാറ്റായാലും പേടിക്കേണ്ട ആവശ്യമില്ല. You need not be worried about what other people are going to talk to you. Even if it is going to be a storm coming out of their mouths, you need not be afraid. നീ ആ വലിയ ശുശ്രൂഷ മെനക്കെടുത്തരുത്. Do not hinder the great work that you are doing. ആ മതിൽ പണി നീ മെനക്കെടുത്തുവാനായിട്ട് ശ്രമിക്കുവാൻ പാടില്ല. Do not try to stop the work on the walls that you are working on. എന്റെ സങ്കേതം അത് ദൈവത്തിൽ ആണ്. 9-ാം വാക്യത്തിൽ പറയുന്നത്, അവനിൽ അത്രേ യഹോവ തന്നെ എന്റെ സങ്കേതമാവുന്നു. The Lord is my refuge. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അവരുടെ പട്ടണങ്ങൾ പണിയുമ്പോൾ അവിടെ 6 സങ്കേത നഗരങ്ങളുണ്ടായിരുന്നു. When the children of Israel were settling down in Canaan,
there were 6 cities of refuge. സങ്കേത നഗരങ്ങളുടെ ലക്ഷ്യം ആരെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, അവനെ ശത്രു പിന്തുടർന്ന് അവനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചാൽ, the purpose of the cities of refuge was so that if any man is being pursued because of something that he accidentally did, he can find a refuge in the city. നഗരത്തിലേക്ക്, സങ്കേത നഗരത്തിലേക്ക് ഓടിച്ചെന്ന് അപേക്ഷിച്ചാൽ അവനെ പിന്തുടർന്ന ശത്രുക്കൾക്കോ അവനെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയും. Once he reaches the city of refuge, the people who are pursuing him cannot do anything while he is in that. നിന്നെ പിന്തുടരുന്ന വാക്കുകളായിക്കോട്ടെ, പ്രശ്നങ്ങളായിട്ട്, നിന്നെ പിന്തുടരുന്ന ഏത് ദോഷങ്ങളും ആയിക്കൊള്ളട്ടെ, നീ കർത്താവെന്ന സങ്കേത നഗരത്തിലാണ്. If whatever you are going through, whatever troubles you are going through, you are in that city of God, the city of refuge, which is God Himself. നിന്റെ ആശ്രയം ദൈവത്തിങ്കലാണ്. Your trust is in the Lord. നിനക്ക് ഒരു ദോഷത്തെയും നിന്നെ പിന്തുടരുന്ന ഒരു പ്രശ്നത്തെയും നീ പേടിക്കേണ്ട ആവശ്യമില്ല. You need not worry about any problem that is pursuing you. ഇവിടെ ദാവീദ് പറയുന്നത്, നീ ആകെ ചെയ്യേണ്ട കാര്യം നിന്റെ ഉള്ളം യഹോവയുടെ മുമ്പാകെ പകരുക. Pour out your hearts before the Lord. നീ അവനെ ആശ്രയിക്കുക. Trust in Him. എന്നിട്ട് നീ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. And wait silently for Him. നിന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരും. Your expectation will come from Him. നീ ആശ്രയിക്കുന്ന ദൈവത്തിൽ നിന്ന് നിന്റെ പ്രത്യാശ വരും. The God in whom you are hoping, from Him will come your expectation. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. Blessed is the people who trust in the Lord and make God their trust. എന്നാൽ മറ്റുള്ള മനുഷ്യരിലും രഥങ്ങളിലും കുതിരകളിലും സമ്പന്നത്തിലും തോബിയാവിലും അവരുടെ വാക്കുകളിലും ആശ്രയിച്ചാൽ ഫലം നിരാശയായിരിക്കും. But if you are going to trust in men, you trust in wealth, trust in Tobiah and Sanballat, you will be disappointed. ഞാൻ ഒരു വാക്യം വായിച്ചു നിർത്താം. 27-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. Let me read the last verse. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഒരിക്കൽ കൂടെ വായിക്കാം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. Let me read the last verse of Psalm 27. Wait on the Lord. Be of good courage, and He shall strengthen your heart. Wait, I say, on the Lord. Let me read that again. Wait on the Lord. Be of good courage, and He shall strengthen your heart. Wait, I say, on the Lord. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord help us to trust only in Him and lead our lives. Loving Heavenly Father, we bow down at your feet. We thank you for this morning time. Thank you, Lord. You brought us into your very presence. Lord, where we could say, grace, grace, marvelous grace. Oh, Father, Lord, where we could sing to our Redeemer, Lord, the one who is on the throne, Lord, encircled by 24 other thrones, encircled by a rainbow like emerald, Lord, the one who is like Sardis, Lord, the King of Kings, the Lord of Lords. We thank you, Lord, for opening our eyes that we could see you. Lord, we worship you, we adore you. Lord, thank you, Lord, you are worthy of our trust. Lord, help us to take our eyes away from the things of this world, from the men of this world, Lord, from all that gives us hope in this world, and help us to trust in you. Lord, help us to walk by faith, Lord. Help us to lean upon you, Father. Lord, help us to know that, Lord, that we need to walk by every word which proceeds from the mouth of God. Oh, Lord, you might strengthen us. Your mercies might be upon us. Lord, even as we go out this week, Lord, may these words ring in our hearts. Lord, may we hide these words in our hearts. And, Lord, may we put them in practice. Lord, may we not be disappointed by trusting in chariots, trusting in horses, trusting in the princes of this world. But may we trust in you. Lord, may we yield ourselves to you. May we surrender ourselves to you, Lord, we pray. Lord, thank you for the word you've given us. Thank you, Lord, for strengthening your servant. Continue to use him for your glory. Lord, we pray for each and every one of us here. Lord, we thank you for all our visitors. Thank you for all those who have come here for the first time. For Lord, we pray that they would have been blessed by you, Lord. Lord, that you would be the source of all blessings. Lord, that you would have spoken to them and to each and every one of us also. We are a needy people, Lord. Lord, we need you for every moment of our lives. Lord, help us to walk by faith.
Help us to walk by every word which proceeds from the mouth of God. Lord, we thank you, Lord, that the righteous shall live by faith. May that be our experience in the coming days. We once again thank you, Lord, for all the ministries of the chapel. We thank you for being with us last week in our VBS. Lord, in our tract distribution, in our meetings. Thank you for being with us, Lord. Lord, we pray for the coming week. Lord, help us enjoy your grace. Help us enjoy your presence. Lord, even in the place of our work, in our homes, it might be a place of peace. It might be a place where we can rejoice because you are our hope, because you are our strength. Guide us and strengthen us, Lord, we humbly pray. Send us with your rich blessings. We, Lord, once again thank you for Lillian. We lift her up before your throne of grace. We pray for the parents. Lord, we pray that America will have another soul which will love you and live for you, Lord, and will be a shining witness for you, Lord. Lord, we pray for this nation. Lord, help us to stand up for you, Lord, and glorify your name. This we ask in the precious name of Jesus Christ, our Lord.